പത്തനംതിട്ട ഗവിയിൽ അംഗൻവാടി ഹെൽപ്പറായ യുവതിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം ഇന്ന് നമ്മൾ ഏറെ ഞെട്ടലോടെ കേട്ട ഒരു കാര്യമാണ്. വനമേഖലയിൽ നടന്ന ഈ കുറ്റകൃത്യം ഒരുപക്ഷെ ചില സാക്ഷിമൊഴികളോ സാഹചര്യ തെളിവുകളോ കൃത്യമായി ലഭിച്ചില്ലായിരുന്നെങ്കിൽ തെളിയാതെ പോകുമായിരുന്ന ഒന്നായിരുന്നു. കാരണം ഈ വനമേഖല ആകുമ്പോൾ തന്നെ കുറ്റവാളികൾക്ക് കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസം കിട്ടും. തങ്ങൾ ചെയ്യുന്ന കൃത്യം പുറത്തു വരില്ല, അതിനുള്ള തെളിവുകൾ ഇല്ലാതാക്കാൻ അവർക്ക് കൂടുതൽ സമയം ലഭിക്കുന്ന സാഹചര്യം, അതിനുള്ള അവസരം കിട്ടുന്ന സാഹചര്യം ഇതെല്ലാം ഉണ്ടാകും. പുനലൂരിൽ നമ്മൾ അടുത്തിടെ കണ്ടതാണ്. റബ്ബർ എസ്റ്റേറ്റിൽ കത്തിക്കരിഞ്ഞ ഒരു മൃതദേഹം കണ്ടെത്തുകയും അതിലെ പ്രതി ആരെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. ഗവിയുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹ സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. 2011 ഓഗസ്റ്റ് 13 ഗവിയിലെ ഒരു സാധാരണ കുടുംബം, അതായത് അവിടെ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ ജീവനക്കാരനായ ഡാനിയലും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭൂലോകലക്ഷ്മിയും അവർ കഴിയുന്നു. അവരുടെ 2 മക്കളും തിരുനെൽവേലിയിൽ പഠിക്കുന്ന സമയമാണ്. ഭൂലോകലക്ഷ്മി ശ്രീലങ്കൻ വംശജയാണ്, ഫോറസ്റ്റ് ഓഫീസിൽ ടൈപ്പിസ്റ്റാണ്. ഡാനിയലാകട്ടെ ഫോറസ്റ്റ് ഓഫീസിലെ വാച്ചറാണ്. കുഞ്ഞുങ്ങളെ കാണുന്നതിന് വേണ്ടി ഡാനിയൽ ഓഗസ്റ്റ് 13 തിരുനെൽവേലിയിലേക്ക് പോവുകയാണ്. ഭൂലോകലക്ഷ്മി പതിവുപോലെ അന്നും ഓഫീസിലേക്ക് പോകുന്നു. മാരി എന്ന മറ്റൊരു വനിതാ സുഹൃത്തുണ്ട്, അവരും ഇതേ ഓഫീസിലെ ജീവനക്കാരിയാണ്. മാരിയുമായി തിരികെ വരുന്നു. പക്ഷേ അവിടെ മുതൽ ഒരു തെളിയിക്കപ്പെടാത്ത സംഭവത്തിൻ്റെ കഥ തുടങ്ങുകയാണ്. അന്ന് വീട്ടിലേക്ക് വന്ന ഭൂലോകലക്ഷ്മിയെ പിന്നെ മറ്റാരും കണ്ടിട്ടില്ല. മറ്റാരും എന്ന് പറയുമ്പോൾ ഈ കേസിൽ ചില പ്രതികളുണ്ടെങ്കിൽ അവർ കണ്ടിട്ടുണ്ടാകും. പക്ഷേ പുറം ലോകവുമായി ബന്ധപ്പെട്ട് അവരുമായി സഹകരിക്കുന്ന അവരുടെ അയൽവാസികളോ അവരുടെ ഭർത്താവോ കുഞ്ഞുങ്ങളോ ആരും തന്നെ പിന്നെ ഭൂലോകലക്ഷ്മിയെ കണ്ടിട്ടില്ല. ഈ സംഭവം ഇങ്ങനെയാണ്. 7-ാം നമ്പർ ക്വാർട്ടേഴ്സിലാണ് ഇവർ താമസിക്കുന്നത്. അത് സർക്കാർ സംവിധാനത്തിലുള്ള ക്വാർട്ടേഴ്സാണ്, ജീവനക്കാരായതുകൊണ്ട് അവർക്ക് അനുവദിച്ച് കിട്ടിയ ക്വാർട്ടേഴ്സുമാണ്. ഈ വീട്ടിലേക്ക് പതിവുപോലെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഭൂലോകലക്ഷ്മി എത്തുന്നു. 44 വയസ്സായിരുന്നു ആ സമയത്ത് ഭൂലോകലക്ഷ്മിക്ക് ഉണ്ടായിരുന്നത്. ആ ദിവസം ഭർത്താവ് പറയുന്നുണ്ട്, നാളെ ഞാൻ കുട്ടികളെ കാണാൻ പോകുന്നു. അദ്ദേഹം രാവിലെ 10:30 മണിക്ക് പത്തനംതിട്ടയിൽ നിന്ന് കുമളിയിലേക്കുള്ള ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. ഇപ്പോഴും പലർക്കും അറിയാം, ഓർഡിനറി സിനിമ വന്ന ശേഷമാണ് ഗവിയിലേക്ക് ഇത്രയധികം സഞ്ചാരികളും ടൂറിസ്റ്റുകളും അല്ലെങ്കിൽ അങ്ങനെ യാത്രക്കാരുമൊക്കെ അതുവഴി കടന്നു പോകുന്നത്. 2 ബസ്സുകളാണ് നേരത്തെ ഈ സമീപകാലം വരെ ഉണ്ടായിരുന്നത്. ഒന്ന് പത്തനംതിട്ടയിൽ നിന്ന് കുമളിയിലേക്ക് പോകുന്നത്, മറ്റൊന്ന് കുമളിയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് പോകുന്നത്. ഈ ബസ്സുകൾ തിരികെ യാത്ര ചെയ്യുന്നത് കൂടി കഴിഞ്ഞാൽ ബസ് സർവീസ് തീർന്നു, KSRTCയുടെ സർവീസ് തീർന്നു. സ്വകാര്യ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് പണ്ട് അനുവാദമേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഗവി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയതിന് ശേഷമാണ് പാസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചില വാഹനങ്ങളെ കടത്തിവിടുന്നത്. ഈ 2011 എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഗവിയല്ല, ഇത്ര കണ്ട് ആളുകൾക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു സമയമല്ല. ഡാമൊക്കെ ഉള്ള പ്രദേശമാണ്, മുഴിയാർ ഡാമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷാ മേഖലയാണ്. വന്യമൃഗങ്ങൾ ഇപ്പോൾ തന്നെ ആ റോഡിലൊക്കെ വന്യമൃഗങ്ങൾ ഇറങ്ങാറുണ്ട്. അതുകൊണ്ട് സാധാരണ ജനങ്ങളെ കടത്തിവിടുന്നൊരു പ്രദേശമല്ല. ഫോറസ്റ്റിൻ്റെ ഒരാളറിയാതെ ഒരു വ്യക്തിക്ക് അതിനകത്തേക്ക് കയറാനോ പുറത്തേക്ക് പോകാനോ കഴിയില്ല. 44-കാരിയായ ഭൂലോകലക്ഷ്മിക്ക് എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് ഇന്നും ഒരു വിവരവുമില്ല. ആ ദിവസങ്ങളിൽ ഫോറസ്റ്റിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ അവരുടെ നമുക്കറിയാം ക്വാർട്ടേഴ്സുകളുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ വരുമ്പോഴും ഒക്കെ താമസിക്കുന്നത് ഫോറസ്റ്റിൻ്റെ കുറച്ചുകൂടി മുന്തിയ ക്വാർട്ടേഴ്സിലാണ്. ആ ക്വാർട്ടേഴ്സിൽ ചില ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു എന്ന ചില വിവരങ്ങൾ പിന്നീട് സാക്ഷിമൊഴികളായി വന്നിട്ടുണ്ട്. എന്നാൽ ഫോറസ്റ്റിൻ്റെ റെക്കോർഡിൽ അങ്ങനെ ഉദ്യോഗസ്ഥർ അവിടെ വന്നതായി രേഖപ്പെടുത്തിയിട്ടില്ല. അതേസമയം ഈ സാക്ഷികൾ കൃത്യമായി പറയുന്നുണ്ട്, അങ്ങനെ ആളുകൾ അവിടെ വന്നുപോയി. ഡാനിയലിനും സംശയമുള്ളത് 3 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയാണ്, അതോടൊപ്പം തന്നെ ആ പരിസരവാസിയായ മറ്റൊരാളെയും. ഈ 4 പേർക്കും തിരോധാനവുമായി ബന്ധമുണ്ടെന്ന് ഡാനിയൽ ഉറച്ചു വിശ്വസിച്ചു. ലോക്കൽ പോലീസിൻ്റെ അന്വേഷണമാണ് തുടർന്ന് ഇങ്ങോട്ട് നടന്നത്. പക്ഷേ ഭൂലോകലക്ഷ്മി എവിടെയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് തിരുവല്ല ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറി. ക്രൈംബ്രാഞ്ചും ദീർഘകാലം ഈ കേസ് അന്വേഷിച്ചു. 2022 ഡാനിയൽ മരണത്തിന് കീഴടങ്ങി. അതുവരെ ഡാനിയൽ ഭാര്യയെ തിരഞ്ഞുള്ള യാത്രകളിലായിരുന്നു. ഭൂലോകലക്ഷ്മിയെ മുംബൈയിൽ കണ്ടെത്തിയെന്നൊക്കെ ചിലർ പറയുകയും അങ്ങനെ ഭർത്താവ് അവരെ തേടി മുംബൈയിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിൽ അലയുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ഇന്ന് പത്തനംതിട്ടയിലുണ്ടായ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രതിയോ അല്ലെങ്കിൽ ആ കേസുമായോ ഒന്നും തന്നെ ബന്ധമില്ലെങ്കിലും
ഈ പ്രദേശത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഗവിയിൽ നേരത്തെയും തിരോധാനം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ജസ്ന കേസൊക്കെ തിരുവല്ലയിൽ സംഭവിച്ചെങ്കിൽ പോലും ഇങ്ങനെ ഒരു പ്രകൃതിയുടെ മറ ഉള്ളതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ ചില അനുമാനങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഭൂലോകലക്ഷ്മി പുറത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല. കാരണം വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ്. അവരെന്തെങ്കിലും തരത്തിൽ ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം ആ സമയത്ത് ആ കുടുംബത്തിലുണ്ടായിരുന്നില്ല. മറ്റൊന്ന്, വേറെ ആരെങ്കിലുമായി അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടായിരുന്നതായ തെളിവുകളില്ല. അങ്ങനെയെങ്കിൽ തന്നെ അവർ പുറത്തേക്ക് പോകണം. അങ്ങനെ പുറത്തേക്ക് പോകാൻ മറ്റു മാർഗങ്ങളില്ല. ഗവിയിൽ നിന്ന് കാൽനടയായി സഞ്ചരിച്ച് പുറത്തെത്തുക അത്ര കണ്ട് എളുപ്പമുള്ള കാര്യമല്ല. ഒരു വാഹനത്തിൽ സഞ്ചരിക്കണം. അങ്ങനെ ഒരു വാഹനം വരികയാണെങ്കിൽ തീർച്ചയായും ഫോറസ്റ്റിൻ്റെ കണ്ണ് വെട്ടിച്ച് കുമളിയിലേക്കോ പത്തനംതിട്ടയിലേക്കോ എത്തിച്ചേരാൻ കഴിയില്ല എന്നത് മറ്റൊരു കാര്യം. അവിടെയാണ് ചില സംശയങ്ങൾ ഉയർന്നു വന്നത്. 44-കാരിയായ ഭൂലോകലക്ഷ്മി ഒരുപക്ഷെ ഒരു ലൈംഗിക അതിക്രമത്തിന് ഇരയായിരുന്നിരിക്കാം. ആ അറ്റംപ്റ്റിൽ അവർ കൊല്ലപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തിയിരിക്കാം. അതിനുശേഷം അവരുടെ മൃതദേഹം മറവ് ചെയ്യാനുള്ള സാധ്യത. കാരണം ഇതിൽ ചില ഉന്നതർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സംശയമാണ് തുടക്കം മുതലുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥരും ഈ സംശയം പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ കാര്യമായ തെളിവുകൾ ശേഖരിക്കാൻ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ ഈ നിമിഷം വരെ സാധിച്ചിട്ടില്ല. ഡാനിയൽ മരിച്ചെങ്കിലും ഇപ്പോഴും അവരുടെ 2 കുട്ടികളുണ്ട്. എന്താണ് സംഭവിച്ചത്? ഒരുപക്ഷെ രാത്രി അവർ പുറത്തേക്കിറങ്ങുകയും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാവുകയും ചെയ്തോ എന്ന തരത്തിലുള്ള ചില സംശയങ്ങളൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ചില അവശിഷ്ടങ്ങളെങ്കിലും ലഭിക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ യാതൊരു തെളിവുകളുമില്ലാതെയാണ് ഈ വീട്ടമ്മയെ കാണാതാകുന്നത്. മാത്രമല്ല, ഡാനിയൽ 13-ന് പോകുന്നു, 14-ന് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു, കിട്ടുന്നില്ല. ഓഗസ്റ്റ് 15 അവധിയാണ്. ഓഗസ്റ്റ് 16-നാണ് തിരികെ എത്തുന്നത്. ആ സമയത്ത് പകൽ സമയം വീട്ടിലെത്തുമ്പോൾ വീട്ടിനുള്ളിലെ ലൈറ്റുകളെല്ലാം തെളിഞ്ഞ രീതിയിലായിരുന്നു. വീടിന് പുറത്തും ലൈറ്റുകൾ തെളിഞ്ഞ രീതിയിലായിരുന്നു. വീടാകട്ടെ പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വന്ന് ഭൂലോകലക്ഷ്മിയെ ആരെങ്കിലും ബലാത്കാരമായി പുറത്തേക്ക് കൊണ്ടുപോയി ആ വീട് പൂട്ടിയതാണോ, അല്ലെങ്കിൽ ഈ വീട്ടമ്മ തന്നെ വീട് പൂട്ടി പുറത്തേക്ക് പോയതാണോ, അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ സംശയമുണ്ട്. പക്ഷേ അപ്പോഴും അവരെ വകവരുത്തിയതാകാം, അതിനുശേഷം തെളിവ് നശിപ്പിച്ചതാകാം എന്ന സംശയം തന്നെയാണ് ഈ ഘട്ടത്തിലും ബലപ്പെട്ടു നിൽക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.